ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സൗണ്ട് ഇത്തിരി ചെറിയൊരു പ്രശ്നങ്ങളുള്ളത് കാരണം കുറച്ചൊരു ബാസ് കൂടിയ പോലത്തെ ഒരു അവസ്ഥയാണ്. തൊണ്ടയുടെ ചില പ്രശ്നങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് ഹുനൈൻ, ത്വായിഫ് യുദ്ധങ്ങളാണ്. അതിനുശേഷം നടന്ന യുദ്ധമാണ് തൊബൂക്ക് യുദ്ധം. നമ്മൾ വിശദീകരിച്ച യുദ്ധങ്ങൾക്കെല്ലാം ഇടയിൽ ചെറിയ ചെറിയ യുദ്ധങ്ങൾ അഥവാ ചെറിയ ചെറിയ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട യുദ്ധങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അറിയപ്പെടാത്തതും അത്ര പ്രാധാന്യമില്ലാത്തതും അല്ലെങ്കിൽ ചെറിയ തോതിലുള്ളതുമായിട്ടുള്ള ഒട്ടേറെ യുദ്ധങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയതുണ്ട്. ആവശ്യമാണെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള യുദ്ധങ്ങളെക്കുറിച്ചും നമുക്ക് പിന്നീട് സംസാരിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തൊബൂക്ക് യുദ്ധത്തെക്കുറിച്ചാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി നേതൃത്വം കൊടുത്ത ഒരു യുദ്ധമെന്ന പ്രത്യേകത ഉള്ളൊരു യുദ്ധമാണ് തൊബൂക്ക് യുദ്ധം. അതിനുശേഷം ഇസ്ലാമിക ലോകത്ത് പ്രവാചകൻ ജീവിച്ചിരുന്ന സമയങ്ങളിലും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം റസൂൽ ജീവിച്ചിരുന്ന സമയങ്ങളിൽ ഉണ്ടായ അക്രമങ്ങളിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണത്തിൻ്റെ ആയിരക്കണക്കിന് ഇരട്ടി ആളുകൾ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ റസൂല് നേതൃത്വം കൊടുത്ത അക്രമങ്ങളും പ്രവാചകന്റെ ശേഷം ഉണ്ടായ മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് ഉണ്ടായ യുദ്ധങ്ങളും ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ സമാധാനം എന്ന് പറയുന്ന വേർഡ് എങ്ങനെയാണ് ഈ ഒരു മതത്തിന് പേരായി നൽകപ്പെട്ടത് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. എത്ര ആലോചിച്ചിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ യോജിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. നമ്മൾ ഈ വായിച്ച ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധങ്ങൾ അഖിലവും യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതുപോലെയുള്ള പ്രവാചകനും സ്വഹാബത്തും ഇസ്ലാമും ഒക്കെയും ആണെങ്കിൽ ഒരു കാരണവശാലും 2025 ജീവിക്കുന്ന മനുഷ്യത്വമുള്ള നല്ല മനുഷ്യന്മാർക്ക്, വ്യക്തികൾക്ക് ഒരു മാതൃകയുമില്ലാത്ത സംഗതികളാണ് എന്നുള്ളതിൽ തീർച്ചയാണ്. നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനും ഒരു സൊല്യൂഷനും ഈ ഒരു തിയറി വെച്ചുകൊണ്ട് നമുക്കുണ്ടാക്കാൻ സാധിക്കില്ല. കാരണം ആധുനിക ലോകത്ത് ജീവിക്കുന്ന തിരിച്ചറിവുള്ള മനുഷ്യരൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് തന്നെ പ്രാകൃതമാണ്. പ്രാകൃതമായ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മനുഷ്യൻ്റെ പ്രാകൃത ചിന്താഗതികളിൽ നിന്ന് രൂപകൽപ്പന ചെയ്യപ്പെട്ട, മനുഷ്യന് തിരിച്ചറിവില്ലാത്ത കാലഘട്ടത്തിൽ ഇരുണ്ട യുഗത്തിലൊക്കെ ജീവിച്ച മനുഷ്യരുടെ മാനസികാവസ്ഥക്കനുസരിച്ച് പകയിലും വിദ്വേഷത്തിലും ഒക്കെ ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യർ ചെയ്തിരുന്ന അക്രമത്തിൻ്റെ മാർഗങ്ങൾ, യുദ്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇന്ന് തിരിച്ചറിവോടുകൂടി ചിന്തിക്കുന്ന ഏതൊരാൾക്കും അത് പ്രാകൃതമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. അപ്പോഴും ചോദിക്കുന്നു, ആധുനിക കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ നടക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ അതൊക്കെയും പ്രാകൃതം തന്നെയാണ്. അവിടെ നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിരപരാധികളായ കുഞ്ഞുങ്ങൾ അനാഥരാക്കപ്പെടുമ്പോൾ ഈ 2025 ജീവിക്കുന്ന മതഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ ആ കൊല്ലപ്പെടുന്നവരുടെ മതം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിലും അത്തരം പ്രാകൃതമായ മതഭ്രാന്തൻ്റെ തിയറി നമ്മുടെ മനസ്സിൽ നിന്ന് പരിപൂർണമായി ഇറങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക ഹിസ്റ്ററി പരിചയപ്പെടുത്തിയ പ്രധാനപ്പെട്ട യുദ്ധങ്ങളുടെ വീഡിയോകൾ നമ്മൾ ചെയ്തു. ബദർ മുതൽ ഇന്ന് തൊബൂക്ക് യുദ്ധമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ യുദ്ധങ്ങളിലഖിലവും നമ്മൾ മനസ്സിലാക്കിയ ഒരു സംഭവമാണ് നിരപരാധികളായ ഒരുപാട് മനുഷ്യരെ, ആണെന്നോ പെണ്ണെന്നോ കുട്ടികളെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ നിരപരാധികളായ മനുഷ്യരുടെ സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ജീവിതത്തെ ഇല്ലാണ്ടാക്കിയത് അല്ലാഹുവല്ലാതെ വേറൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കലിമത്ത് ഷഹാദ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിനെ എതിർത്തതിൻ്റെ പേരിൽ, അതിനോട് ബഹിഷ്കരണം കാണിച്ചതിൻ്റെ പേരിലാണ് ഈ അക്രമങ്ങൾ മുഴുവനും നടമാടിയത്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അവിശ്വാസികളെ, ഇന്ന് 2025 ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർഭാഗ്യവശാൽ യുദ്ധങ്ങൾ എന്ന പേരിൽ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് മനുഷ്യർ എന്ന ഏക കോൺസെപ്റ്റിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആഴത്തിലുള്ള ഒരു പഠനത്തിന് ശ്രമിച്ചു നോക്കൂ. ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ള മതത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ,
തൊലിവെളുപ്പിൻ്റെ പ്രാകൃതമായ ഇരുണ്ട യുഗത്തിലെ ചിന്താഗതികളാണ് ഇതിൻ്റെയൊക്കെ പുറകിലെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നടമാടുന്ന യുദ്ധങ്ങളൊക്കെ നമ്മൾ നീതിയുടെ തുലാസിൽ വെച്ചിട്ട് തൂക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും കാരണവശാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതിയും അനീതിയും സത്യവും അസത്യവും ഒക്കെ മാറ്റുരച്ച് നോക്കുകയോ തൂക്കി കണക്കാക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും ഉണ്ടാകുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള നീതിയും അനീതിയും സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലെത്തുന്നത്. പതിറ്റാണ്ടുകളായിട്ട് നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളില്ലേ, അവിടെയൊക്കെ നിരപരാധികളായ കുട്ടികളും സ്ത്രീകളുമൊക്കെ അനാഥരാക്കപ്പെട്ട് കൊല്ലപ്പെട്ട് ഭീകരമായ മരണത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ചാനലുകളിലൂടെ വീഡിയോകളിലൂടെ കാണുമ്പോൾ പരിശുദ്ധമെന്ന് കരുതുന്ന ആരാധനാലയങ്ങളിൽ 1/4 നൂറ്റാണ്ടിലധികമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന നാടകം കളിക്കുകയല്ലാതെ കൃത്യമായി വസ്തുനിഷ്ഠമായി വിഷയമെന്താണെന്ന് പഠിച്ചിട്ട് ഭൗതികപരമായി ചിന്തിച്ച് സത്യവും നീതിയും ധർമ്മവുമൊക്കെ ഭൗതികപരമായി ചിന്തിച്ച് അതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ ഇത്രയധികം ശാസ്ത്ര വിസ്ഫോടനങ്ങൾ നടന്ന ആധുനിക കാലഘട്ടത്തിൽ ഇതൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിലെ ഒരു പ്രവാചകന്റെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മാനസികാവസ്ഥയിലുണ്ടായ ആ വൃത്തികെട്ട മനോരോഗം ഇന്നും മതത്തിൻ്റെ പേരിൽ കൊണ്ടു നടക്കുന്ന മനോരോഗികളായിട്ടുള്ള ആളുകൾ ഇന്നുമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ അവിശ്വാസികളെ നിങ്ങൾ അടിവരയിട്ട് ആ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഭൗതികപരമായി ചിന്തിച്ച് ഏതൊരു മനുഷ്യനും ശാന്തിയും സമാധാനത്തോടും കൂടി അവൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഈ പ്രപഞ്ചം അവന് നൽകിയിട്ടുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമ്മളുടെ ഔദാര്യമല്ല അവൻ്റെ അവകാശമാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ശ്രമിച്ചാൽ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരിശുദ്ധ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിലിരുന്ന് വിശ്വാസികളായിട്ടുള്ള മനുഷ്യരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് 1/4 നൂറ്റാണ്ടുകളായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തബൂക്ക് യുദ്ധമാണ്. മൂത്ത യുദ്ധത്തിൽ ഖാലിദ് ബിൻ വലീദ് തന്ത്രപൂർവ്വം പിൻവാങ്ങിയപ്പോൾ റോമക്കാർ അദ്ദേഹത്തെ പിന്തുടരുകയുണ്ടായില്ല. ഈ മൂത്ത യുദ്ധം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു യുദ്ധം ഉണ്ടായതാണ്. അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അക്രമങ്ങളുണ്ട്. അതെന്തെങ്കിലും കാരണവശാൽ വിശദീകരിക്കേണ്ടതെങ്കിൽ ആ സന്ദർഭത്തിൽ വിശദീകരിക്കാം. അതുപോലെ നടന്ന ഒരു ചെറിയൊരു യുദ്ധമാണ് മൂത്ത യുദ്ധം. ആ യുദ്ധത്തിൽ ഖാലിദ് ബിൻ വലീദ് തന്ത്രപൂർവ്വം പിൻവാങ്ങിയപ്പോൾ റോമക്കാർ അദ്ദേഹത്തെ പിന്തുടരുകയുണ്ടായില്ല. എങ്കിലും പിന്നീടുണ്ടായ മക്ക വിജയവും ഹവാസിൻ തഖീഫ് ഗോത്രങ്ങളെ പരാജയപ്പെടുത്തിയതുമടക്കമുള്ള മുസ്ലിങ്ങളുടെ നേട്ടങ്ങൾ റോമക്കാരെ അസ്വസ്ഥരാക്കി. അറബികൾക്ക് ഇസ്ലാമിനെ നശിപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യം വന്ന റോമക്കാർ ആ ദൗത്യം സ്വയം ഏറ്റെടുത്തു. കുറേശികളായിട്ടുള്ള അറബികൾക്ക് ഇസ്ലാമിനെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ റോമക്കാർ ഇസ്ലാമിനെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ബദർ യുദ്ധമാണ്. ബദർ യുദ്ധത്തിലെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൃത്യമായിട്ട് ബദർ യുദ്ധത്തിൻ്റെ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ആരാണ് അക്രമം തുടങ്ങി വെക്കുന്നത് എന്നും അക്രമത്തിൻ്റെ മാർഗം സ്വീകരിച്ചത് ആരായിരുന്നു ആദ്യം എന്നുള്ളതും എന്തുകൊണ്ടാണ് അക്രമത്തിൻ്റെ മാർഗം സ്വീകരിച്ചത് എന്നും ഏതെങ്കിലും നിലക്ക് അറബികൾ ഈ പ്രവാചകനെയും സ്വഹാബത്തിനെയും ബഹിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് കൂടി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിനുശേഷമുള്ള ഓരോ അക്രമങ്ങളുടെയും ഒരു തുടർച്ച സത്യസന്ധമായിട്ട് നമുക്ക് വിലയിരുത്താനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ യുദ്ധങ്ങളാണ് നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ ആദ്യം കാണേണ്ടത് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത വീഡിയോ ആണ്. അതിനുശേഷമുള്ള യുദ്ധങ്ങൾ ഓരോന്നും ഓർഡറിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബദർ യുദ്ധം മുതൽ യുദ്ധങ്ങളെക്കുറിച്ചുള്ളത് കൃത്യമായി നമ്മൾ പഠിക്കുമ്പോഴാണ് ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന തബൂക്ക് യുദ്ധത്തിൽ എങ്ങനെ എത്തി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സഹോദരന് ഒരു കമൻറ്റ് നമ്മുടെ കഴിഞ്ഞ വീഡിയോക്ക് ഒരു കമൻറ്റ് ഇടുകയുണ്ടായി. അദ്ദേഹം ആ കമൻറ്റിൽ പറയുന്നത് റോമക്കാർ ഇസ്ലാമിനെ ആക്രമിക്കും എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കിയ പ്രവാചകൻ അവരുടെ അടുത്തേക്ക് അക്രമത്തിന് പോയി എന്നാണ്. യഥാർത്ഥത്തിൽ വെറും ഊഹത്തിൻ്റെ പുറത്താണ് ഈ സംഗതികൾ എല്ലാം നടക്കുന്നത്. നിങ്ങൾ ഏത് യുദ്ധത്തിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിലുള്ള ഏത് യുദ്ധത്തിൻ്റെ കഥകൾ എടുത്തു നോക്കൂ. ഓരോന്നിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നുണ്ടെങ്കിലും ഈ കണ്ടിന്യൂഷൻ വരുന്നതിൻ്റെ മുമ്പ് ഫസ്റ്റ് ആരാണ് ഇത് ചെയ്തത്, അതെന്തിനു വേണ്ടിയാണ്, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു, എന്താണ് യുദ്ധത്തിലേക്ക് എത്തിക്കാനുണ്ടായ കാരണം, എന്തിനു വേണ്ടിയാണ് ആ യുദ്ധം അല്ലെങ്കിൽ അക്രമം പ്രവാചകനും സ്വഹാബത്തും ചെയ്തത്
എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കമൻറ്റ് ഇടുകയില്ല. പക്ഷെ അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയതുകൊണ്ട് എല്ലാം കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്താലും അത് കാരുണ്യമാണ് എന്ന് അടിയുറച്ച് അടിസ്ഥാനം തന്നെ അങ്ങനെ വിശ്വസിച്ച് സെറ്റ് ചെയ്ത ഒരു മൈൻഡാണ് ഉള്ളതെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് അങ്ങോട്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന എല്ലാ കൊള്ളയും കൊലയും ഒക്കെ ഏത് അക്രമ പ്രവൃത്തിയെയും ന്യായീകരിക്കാനാണ് ആ മനസ്സ് പ്രേരിപ്പിക്കുക. നേരെ മറിച്ച് അടിസ്ഥാനത്തിൽ തന്നെ പിഴച്ചു എന്നും ആദ്യമുണ്ടായ അക്രമം തന്നെ ഏത് രൂപത്തിലായിരുന്നു, എന്തിനായിരുന്നു എന്നുള്ളത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സിമ്പിളായിട്ട് മനസ്സിലാകും. അവിടെ പിഴച്ചാൽ എല്ലായിടത്തും പിഴക്കും. ഒരു സ്ഥലത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പിഴവ് സംഭവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കേൾക്കുന്നതെല്ലാം അങ്ങനെ തന്നെയായിരിക്കും. അയാൾ പിഴച്ച രൂപത്തിൽ മാത്രമാണ്, പിഴവായ രൂപത്തിൽ മാത്രമാണ് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് സ്വാഭാവികമാണ്. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ റൈറ്റ് തിരിയേണ്ടിടത്തുനിന്ന് റൈറ്റ് തിരിയാതെ ലെഫ്റ്റ് തിരിഞ്ഞാൽ ആ സ്റ്റാർട്ടിങ് മുതൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സഞ്ചരിക്കുന്ന എല്ലാ ദൂരം, എല്ലാ സംഭവങ്ങളും പിഴച്ച മാർഗത്തിലൂടെയാണ്, തെറ്റായ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുക. നേരെ മറിച്ച് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തന്നെ കൃത്യമായി മനസ്സിലാകുകയും അവിടെ നിന്ന് ശരിയായ ദിശയിലേക്ക് നമ്മുടെ ചിന്താഗതികൾ തിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. അവിടെ നിന്ന് അങ്ങോട്ടുള്ള അക്രമത്തെ അക്രമമായും നീതിയും അനീതിയുമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സഹോദരനെ പോലുള്ള ആളുകൾ അത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്നത്. റോമാക്കാർ ഇവരെ ആക്രമിക്കും എന്ന് ഇവർ ഊഹിക്കുകയാണ്, പ്രവാചകൻ സഹാബത്ത് ഊഹിക്കുകയാണ്. ഏതുപോലെ ബദർ യുദ്ധത്തിന് മുമ്പ്, ആ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് ഖുറൈശികൾ അവിടെ പ്രവാചകനും സ്വഹാബത്തിനെയും മദീനയിൽ സേഫ് സോണിൽ ഇരിക്കുന്ന പ്രവാചകനെയും സ്വഹാബത്തിനെയും ഒക്കെ ആക്രമിക്കുമോ എന്ന്, അല്ലെങ്കിൽ ആക്രമിക്കുമെന്ന് ഇവരെ സ്വയം ഊഹിച്ച് കണ്ടെത്തി അങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങോട്ട് ചെറിയ ചെറിയ അക്രമങ്ങൾ നടത്തുകയാണ്. മക്ക വിജയത്തിന് ശേഷം അവിടെ പിന്നെ ഇവർക്ക് കീഴ്പ്പെടുത്താനുള്ളത് ഈ റോമാ സാമ്രാജ്യത്തെയാണ്. അവിടെ അന്ന് നിലനിന്നിരുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് റോമാക്കാരുടെ ശക്തിയാണ്. ആ ഒരു സാമ്രാജ്യത്തെ കൂടി കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൻ്റെ ഈ പറയുന്ന യുദ്ധങ്ങളിൽ അവർക്ക് റെസ്റ്റ് എടുക്കാം, പിന്നെ സുഭിക്ഷമായി സുഖലോലുപതയിൽ ജീവിക്കാമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണുണ്ടായത്. ആക്ച്വലി മക്ക വിജയത്തോടു കൂടി തന്നെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഏകദേശം അവസാനിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഹുനൈൻ യുദ്ധം, ത്വായിഫ് യുദ്ധം എന്നൊക്കെ പറയുന്നത് കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ അവരുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി അത് മാറി ഇസ്ലാം പുൽകുന്ന അവസ്ഥയൊക്കെ കുറച്ച് ക്ഷമിച്ചാൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇവരുടെ പെരുമാറ്റവും കാര്യങ്ങളും അതുകൊണ്ട് അവർക്ക് ഭൗതിക ലോകത്തെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനമൊക്കെ കിട്ടുന്ന അവസ്ഥ ഇവരിൽ നിന്ന്, പ്രവാചകനിൽ നിന്ന്, സ്വഹാബത്തിൽ നിന്നൊക്കെ ഉണ്ട് എന്നറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ചിലപ്പോൾ ഒരുപക്ഷെ കൺവേർട്ട് ചെയ്യപ്പെട്ടേക്കാം. പക്ഷെ അതിനൊന്നും കാത്തു നിൽക്കാതെ ഹുനൈൻ ത്വായിഫ് യുദ്ധത്തിൽ നമ്മൾ വിശദീകരിച്ചില്ലേ, മാലിക് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെയും തിരിച്ചു തരണമെങ്കിൽ നീ ഇസ്ലാം സ്വീകരിക്കണമെന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് അയാളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് ആ ഒരു മുൾമുനയിലെത്തി അങ്ങനെ ചെയ്തിരിക്കുന്നൊരവസ്ഥ. കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ ആ ഒരു അവസ്ഥയൊക്കെ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ പറയുന്ന വ്യക്തിയെ മുൾമുനയിൽ തൻ്റെ കുടുംബത്തെയും സമ്പാദ്യമൊക്കെ പിടിച്ചു വെച്ചിട്ട് ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അത് വിട്ടുതരാമെന്ന് പറയുമ്പോൾ എന്താണ് ഇസ്ലാം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ബാക്കി ഇനി കീഴ്പ്പെടുത്താനുള്ള ശക്തി എന്ന് പറയുന്നത് ഈ റോമ സാമ്രാജ്യമാണ്. അവരെ കൂടെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ജസീറത്തുൽ അറബ് എന്ന് പറയുന്ന അറേബ്യൻ പ്രവിശ്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി അങ്ങനെ വൻ വിസ്തൃതിയിൽ തന്നെ അവർക്ക് വൻ ശക്തിയായിട്ട് തുടർന്ന് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ സുഖലോലുപതയിൽ ജീവിക്കാൻ സാധിക്കുമെന്ന ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അക്രമത്തിന് വേണ്ടിയും അവർ തുനിഞ്ഞിറങ്ങുന്നത്. അല്ലാതെ റോമക്കാർ ഇങ്ങോട്ട് ആക്രമിക്കുമോ എന്ന ഭയം അല്ലെങ്കിൽ ആ തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇതൊന്നുമല്ല. ഇതൊക്കെ വെറും രാഷ്ട്രീയപരമായിട്ടുള്ള സംഗതികൾ മാത്രമാണ്. ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ കീഴ്പ്പെടുത്തി അങ്ങനെ അത് വലിയൊരു ഗോത്രമായി ഒരുപാട് അക്രമങ്ങൾ, യുദ്ധങ്ങൾ എന്ന പേരിൽ നടത്തി അതിന് അവർ മുൻപിൽ വെക്കുന്നത് അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു ദൈവസങ്കല്പവും ആ പറയുന്ന ഒരു ഇസ്ലാമിൻ്റെ ആ ഒരു തിയറിയുമാണ്. അത് വെച്ചുകൊണ്ട് അതിൻ്റെ ബേസിൽ അത് മുൻപിൽ വെച്ചുകൊണ്ട് അതിനു വേണ്ടി എന്ന അർത്ഥത്തിൽ ദഅവത്ത് എന്ന ഓമന പേരിട്ടിട്ട് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യണത് പോലെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം പ്രവാചകൻ്റെ നേതൃത്വത്തിൽ സ്വഹാബികളടങ്ങുന്ന വൻ സൈന്യം ഈ പറയുന്ന ഓരോ സംഭവങ്ങളും കീഴ്പ്പെടുത്തി അങ്ങനെ പോകുന്നൊരവസ്ഥയാണ്. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംഗതി മാത്രമാണ്. ഇതിലൊരു ആത്മീയതയുമില്ല, ഇതിലൊരു ദൈവീകതയുമില്ല.
ഇത് വളരെ ക്ലിയർ ആയിട്ട് ഓരോ യുദ്ധങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും കൃത്യമായിട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പം മുതലേ നമ്മൾ കയറ്റി വെച്ച മദ്രസയിൽ നിന്ന് വാദ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ നമ്മൾ കയറ്റി വെച്ച ഒരുപാട് സംഗതികളുണ്ട്. ആ സംഗതികൾ ഓരോന്നും അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അതിന് പകരം പിന്നെന്ത്? അപ്പോൾ അതൊരു ഹൈ റിസ്ക് ആയിട്ട് തോന്നുകയാണ്. അപ്പോൾ പിന്നെ അതിലേക്ക് കടക്കാനുള്ള ആ ഒരു മടിയും പേടിയും ചുറ്റുപാടുമുള്ള സമൂഹവും കുടുംബവും ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പുറത്തുള്ളത് കൊണ്ടാണ് ഇത് സത്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും വെറുതെ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന, കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുന്നത്. തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസികളോടും അവിശ്വാസികളോടും ഒക്കെ പറയാമല്ലോ, ഞാൻ വിശ്വാസികളെ അവിശ്വാസികളെയൊക്കെ തുല്യമായിട്ടാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് എന്തോ ഒരു പ്രത്യേകത, അവിശ്വാസികൾക്കൊരു പ്രത്യേകതയില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും മനുഷ്യരാണ്. വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും മതമുള്ളവനായാലും ഇല്ലാത്തവനായാലും ഒക്കെ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, മനുഷ്യരാണ്. ആ ഒരു കോൺസെപ്റ്റിൽ ഇത്രയും തുറന്ന രൂപത്തിൽ തന്നെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കുന്നവരുടെ എണ്ണം ദിനേന വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിൽ സന്തോഷമാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും ഒക്കെ ഓരോ ദിവസവും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെയും തന്നെ ഇത് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ അതിയായ സന്തോഷമാണുള്ളത്. ഇനി ബാക്കി എന്താ പറഞ്ഞതെന്ന് നോക്കാം. അറബികൾക്ക് ഇസ്ലാമിനെ നശിപ്പിക്കാൻ കഴിയില്ലെന്ന ബോധ്യം വന്ന റോമക്കാർ ആ ദൗത്യം സ്വയം ഏറ്റെടുത്തു. അവർ സിറിയയിൽ വമ്പിച്ചൊരു സൈന്യത്തെ സജ്ജീകരിച്ചു. ഹിർക്കൽ ചക്രവർത്തി പട്ടാളക്കാർക്ക് ഒരു കൊല്ലത്തെ ശമ്പളം അഡ്വാൻസായി നൽകി. ലക്മ്, ഗസാൻ അടക്കമുള്ളവരും കൂടെ ചേർന്നു. ഈ വമ്പിച്ച സൈന്യം ജസീറത്തുൽ അറബിൻ്റെ ഭാഗത്തേക്ക് നീങ്ങി. വിവരമറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനിക സജ്ജീകരണം നടത്തി. പക്ഷേ സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിരുന്നു. കഠിന ചൂടുള്ള സമയം, ജനങ്ങൾക്കിടയിൽ കടുത്ത ക്ഷാമവും ഫലങ്ങൾ പറിച്ചെടുക്കാൻ നേരമായ സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ സ്ഥലം വ്യക്തമാക്കാറില്ലെങ്കിലും തൊബൂക്കിൻ്റെ കാര്യത്തിൽ മറച്ച നിലപാടാണ് സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് സ്ഥലം വ്യക്തമാക്കാറില്ല. സാധാരണ ഒരു ആക്രമണത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്കാണെന്നൊന്നുമില്ല. പോകുന്ന ഭാഗത്ത് ആരൊക്കെ ആക്രമിക്കാൻ പറ്റുമോ, അവരുടെ സമ്പത്തുകൾ പിടിച്ചെടുക്കാൻ പറ്റുമോ, അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, ആ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് പതിവ്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ യുദ്ധത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പടപ്പുറപ്പാടായിട്ട് പോവുകയാണ്. കാരണം അവർ വൻ ശക്തിയാണ്. ആ ശക്തിയോട് കൃത്യമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്ന് പ്ലാനിങ്ങോടുകൂടി ആക്രമണം നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ സ്വഹാബത്തിനോട് ആ വിവരം കൃത്യമായി അറിയിച്ചുകൊണ്ടാണ് അവിടേക്ക് പുറപ്പെട്ടത്. മുസ്ലിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങിക്കൊള്ളാൻ കൽപ്പിച്ചു. സാമ്പത്തിക ശേഷിയില്ലാത്തവരെ സഹായിക്കാനായി ഉദാരമായി സംഭാവന ചെയ്യാനായിട്ട് പ്രവാചകൻ ആവശ്യപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 10,000 ദീനാറും 300 ഒട്ടകവും 50 കുതിരകളും സംഭാവന ചെയ്തു. അബൂബക്കർ തൻ്റെ മുഴുവൻ സ്വത്തുക്കളുമാണ് നൽകിയത്. കുടുംബത്തിൽ എന്താണ് ബാക്കി വെച്ചതെന്ന് അബൂബക്കറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അള്ളാഹുവും അവൻ്റെ റസൂലും ആണ് ബാക്കിയുള്ളതെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഉമർ തൻ്റെ പകുതി ധനം കൊടുത്തു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബ്ബാസ്, ത്വൽഹ എന്നിവരെല്ലാം സംഭാവന നൽകിയവരിൽ ഉൾപ്പെടുന്നു. സ്ത്രീകൾ അവരുടെ ആഭരണങ്ങൾ അഴിച്ചു കൊടുക്കുകയായിരുന്നു. അതിനിടെ 7 ദരിദ്രരായ മുസ്ലിങ്ങൾ വന്ന് അവരുടെ ചെലവുകൾ നൽകി സൈന്യത്തിൽ ചേർക്കാൻ അപേക്ഷിച്ചു. 3 പേരെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 2 പേരെ അബ്ബാസും മറ്റു 2 പേരെ അംറിൻ്റെ പുത്രൻ യാമീനും ഏറ്റെടുത്തു. ഈ വന്ന ആളുകളിൽ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് സംഭാവന ഒന്നും നൽകാൻ കഴിയാത്ത ആളുകളെ ഈ പറയുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹും അബ്ബാസും അംറിൻ്റെ പുത്രൻ യമീനുമൊക്കെ ഏറ്റെടുത്തു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 10,000 ദീനാറും 300 ഒട്ടകവും 50 കുതിരകളും സംഭാവന ചെയ്തു. ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് വന്ന വ്യക്തിയാണ്. ഈ ഹിജ്റ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ മദ്രസകളിൽ നിന്ന് പഠിച്ചത്, അഥവാ ബദർ യുദ്ധത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു അവസരത്തിൽ നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുകൊണ്ടാണ് അത് പറയുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മുഴുവൻ സ്വത്തും കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് സ്വത്തുക്കളുണ്ട്. ഇവരുടെ കൈകളിൽ ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 10,000 ദീനാർ കൊടുക്കാനും 300 ഒട്ടകങ്ങളെ കൊടുക്കാനും 50 കുതിരകളെ കൊടുക്കാനും ഒക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഹിജ്റ ചെയ്ത് വന്ന്, എങ്ങനെ ഹിജ്റ ചെയ്ത് വന്നു ഇസ്ലാമിസ്റ്റുകൾ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? മക്കയിൽ അവർ അത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ സകല സ്വത്തുക്കളും എല്ലാം തന്നെ അവിടെ ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിരാലംബരായി കയ്യിൽ 5 കാശില്ലാതെ തിരിച്ച് അവർ മദീനയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഈ ഹിജ്റയുടെ 1-ാം നാൾ മുതൽ ഇപ്പോൾ ഹിജ്റ 9 നമ്മൾ കടക്കുകയാണ്. ഈ ഹിജ്റ 9-ാം നാളിലേക്ക് കടക്കുമ്പോൾ, അഥവാ 9 കൊല്ലം കൊണ്ട് ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഒക്കെ ഇത്രയധികം സമ്പത്ത് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിന് 2 വഴികളാണുള്ളത്. ഒന്ന്, അവർ മക്കയിൽ നിന്ന് പോരുമ്പോൾ തന്നെ അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് മാക്സിമം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ദാനം ചെയ്യാനായിട്ട് നബി ആവശ്യപ്പെട്ടപ്പോൾ
സംഭാവന ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ പറയുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു 10,000 ദീനാറും 300 ഒട്ടകവും 50 കുതിരകളും ഒക്കെ സംഭാവന ചെയ്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഴുവനും സംഭാവന ചെയ്തു. ഇത് ഇവർക്ക് സംഭാവന ചെയ്യണമെങ്കിൽ ഇവരുടെ കയ്യിൽ അത് ഉണ്ടാകണമല്ലോ. ഇവർ മദീനയിൽ വന്നിട്ട് ഈ ഹിജ്റയ്ക്ക് ശേഷം ഈ 9 കൊല്ലത്തിനുള്ളിൽ എന്ത് ബിസിനസ്സാണ് ചെയ്തത്? ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇവർ ഇന്ന ബിസിനസ് ചെയ്ത് ഇത്ര ഇരട്ടി അവർക്ക് ലാഭമുണ്ടാക്കി? ഇപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ ബിസിനസ് ചെയ്ത് ഇത്ര ഇരട്ടിക്കിരട്ടി ലാഭം ഉണ്ടാക്കിയതും അങ്ങനെയുള്ള സംഗതികളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചരിത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങൾക്ക് ശേഷം, ഹിജ്റയ്ക്ക് ശേഷം അല്ലെങ്കിൽ നുബുവത്ത് കിട്ടിയതിന് ശേഷം പ്രവാചകനും സ്വഹാബത്തും ഒക്കെ ഇസ്ലാമിൻ്റെ ആ ഒരു നേതൃത്വത്തിന് കീഴിൽ തന്നെ, ആ ഒരു കൊടിക്ക് കീഴിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്ത ബിസിനസ് ഏതാണ്? ആടുമേയ്ക്കലാണോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗോതമ്പ് പോലെയുള്ള ഏതെങ്കിലും ധാന്യങ്ങൾ മറ്റ് ഷാമിലേക്കൊക്കെ പോയി ബിസിനസ് ചെയ്തിരുന്നത് പോലെയുള്ള ബിസിനസ് ഈ ഹിജ്റ പോകുന്നതിന് ശേഷം ഈ സ്വഹാബത്തും പ്രവാചകനും ഒക്കെ ഇസ്ലാമിൻ്റെ വെന്നിക്കൊടിയുടെ കീഴിൽ ചെയ്തതായിട്ടുള്ള എന്തെങ്കിലും കച്ചവടങ്ങളുണ്ടോ? ഇല്ല. അങ്ങനെ ഒന്നും ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മൾ വായിച്ച ചരിത്ര പുസ്തകങ്ങളിൽ ഏതായാലും അതൊന്നുമില്ല. ഇനി ഗവേഷണം ചെയ്ത് പുതിയത് കണ്ടെത്തി കൊണ്ടുവരുമോ എന്നുള്ളത് അറിയില്ല. ഇതുവരെ വായിച്ചതിലും പഠിച്ചതിലൊന്നും അങ്ങനത്തെ സംഗതി കണ്ടിട്ടില്ല. പിന്നെ ഇത്രയും അധികം സമ്പത്ത് ഈ പറയുന്ന സ്വഹാബത്തിൻ്റെ കൈകളിൽ എങ്ങനെ വന്നു? 2 മാർഗങ്ങളാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒന്ന്, അവിടെ നിന്ന് മക്കയിൽ നിന്ന് വരുമ്പോൾ സമ്പത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമതായി അവർക്ക് സമ്പത്ത് വരാനുള്ള ഒരേ ഒരു മാർഗം ഗനീമത്ത് സ്വത്തുക്കളാണ്. എന്താണ് ഈ ഗനീമത്ത് സ്വത്തുക്കൾ? ഈ പറയുന്ന യുദ്ധങ്ങളിൽ നിന്ന് കിട്ടിയ സമ്പത്ത്. ഹലാലും ഹറാമും ഒന്നും പരിഗണിക്കാതെ അള്ളാഹുവിൻ്റെ ഓർഡർ ഉണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നിരപരാധികളായ ആളുകൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ട് ഗനീമത്ത് ഹലാലാണെന്ന വിധിയുമായി അത് ഓഹരി വെക്കപ്പെട്ട് അങ്ങനെ സമ്പാദിച്ച് കൂട്ടിയ സമ്പാദ്യമല്ലേ ഈ പറയുന്ന 10,000 ദീനാറും 300 ഒട്ടകവും 50 കുതിരകളൊക്കെ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് കൊടുക്കണമെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വരവില്ലാതെ ചെലവാക്കാൻ കഴിയുമോ? ഈ വരവ് എവിടുന്നാണ്? ഈ ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന്. നിരപരാധികളായ ആളുകളുടെ സമ്പത്ത് കൊള്ളയടിച്ചിട്ട് അതിൽ നിന്ന് ദാനം ചെയ്യാണ്. എന്തിന്? വീണ്ടും അടുത്ത കൊള്ളയ്ക്ക് വേണ്ടി. അല്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വയം വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ അധ്വാനത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു എന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഈ പറയുന്ന ഗനീമത്ത് സ്വത്തുക്കളായിട്ട് കിട്ടിയതാണ്. ഈ ഗനീമത്ത് സ്വത്തുക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ സ്വത്തുക്കൾ ഉപയോഗിച്ചിട്ട് അടുത്തതിലേക്ക് അവർ ബിസിനസ് ചെയ്യാണ്. ഈ ഗനീമത്ത് തന്നെ ഒരു ബിസിനസ്സാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൊള്ള ചെയ്തിട്ട് ആ കൊള്ള കൊണ്ട് വലിയ കൊള്ളകൾ ചെയ്യുന്ന അവസ്ഥ. ആ കൊള്ള ചെയ്ത് കിട്ടിയ ധനം ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി ഉപയോഗിച്ചിട്ട് വീണ്ടും വലിയ കൊള്ളയിലേക്ക് കടക്കുന്നു. ഇത്രയും അത്ഭുതകരമായിട്ടുള്ളൊരു ബിസിനസ് വേറെ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്നിട്ട് ഇതിൻ്റെ പേരോ ഹലാലൻ തൊയ്യീബ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇത്രയും ഹലാലൻ തൊയ്യീബ ആയിട്ടുള്ള ബിസിനസ് വേറെ ഉണ്ടോ? ഈ കൊള്ളയുടെ ഈ മൈൻഡല്ലേ ഇന്നും ഈ മതഭ്രാന്തന്മാരായിട്ടുള്ള മതം വിറ്റ് ജീവിക്കുന്ന പുരോഹിത വർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് കൊള്ളയല്ല, ഇത് ഹലാലാണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യമേ കയറ്റി വെച്ചത് കൊണ്ടല്ലേ ഇന്ന് ഈ പറയുന്ന മതം വിറ്റിട്ട് സുഖലോലുപതയിൽ ജീവിക്കുമ്പോൾ മനസാക്ഷിക്കുത്ത് ഒരല്പം പോലും ഉണ്ടാകാത്തത്. ഇതുകൊണ്ടാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സംഗതിയാണ് ഇതൊക്കെ. അതിനുശേഷം മുനാഫിക്കുകൾ ജനങ്ങളെ പിന്തിരിപ്പിക്കാനാവതും ശ്രമിക്കുന്നുണ്ടായിരുന്നു. യഹൂദനായ സുവൈലിമിൻ്റെ വീട്ടിൽ അവർ രഹസ്യ യോഗം ചേർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അയച്ചു. ആ വീട് അഗ്നിക്കിരയാക്കി. സ്വാഭാവികമായിട്ടും യഹൂദരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളാണ് ഈ പ്രവാചകൻ്റെ നേതൃത്വത്തിലുള്ള സ്വഹാബത്ത്. അവർക്കെതിരെ ഈ എതിർപക്ഷത്തുള്ള യഹൂദന്മാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്നും അവരൊന്ന് കൂടിയാലോചനയ്ക്ക് വേണ്ടി ഒരു വീട് കണ്ടെത്തി അവിടെ അവർ കൂടിയിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ആ വീട് റസൂൽ ആളെ അയച്ചിട്ട് അഗ്നിക്കിരയാക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ഭീകരമായ ഭയപ്പെടുത്തലുകളിലൂടെയല്ലാതെ ശാന്തിയോടെ സമാധാനത്തോടെ മനുഷ്യത്വത്തിലെ അടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഈ വായിച്ച ചരിത്രങ്ങളിൽ എവിടെയെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതി ഇതിൽ എവിടെയെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ വെറുതെ ആരോപണങ്ങൾ ഉണ്ടാക്കി നമ്മുടെ വായ കൊണ്ട് പറഞ്ഞ് ഇതിനെങ്ങനെയെങ്കിലും മോശമാക്കി ചിത്രീകരിക്കുക എന്ന അർത്ഥത്തിലാണോ ഈ പച്ച മലയാളത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഈ മലയാളത്തിൽ ഇറങ്ങിയ കൊച്ചു കേരളത്തിൽ ഇറങ്ങിയ ഈ ബുക്ക് വായിച്ചിട്ടല്ലേ, ചരിത്ര ഗ്രന്ഥം വായിച്ചിട്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്? ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് അതിന് മറുപടി പറയാതെ, ആ വൈജ്ഞാനികമായ കാര്യത്തിന് മറുപടി പറയാതെ വെറുതെ തർക്കിച്ച്
അങ്ങനെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്നും കേൾക്കാതെ ഈ കിതാബ് ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്. നിങ്ങളൊന്നും ആരുടെയും കേൾക്കണ്ട. ഈ കിതാബ് നിങ്ങൾ നിഷ്കളങ്കമായിട്ട് നിങ്ങൾ സ്വയം ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾ ഈ പറയുന്ന ഇത് ന്യായീകരിച്ച് സംസാരിച്ച ആളുകളുടെ പ്രസംഗങ്ങളുടെ ക്ലിപ്പുകൾ ഏതെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇന്ന സാഹിബ് എന്ത് പറഞ്ഞു, മറ്റേ മൗലവി എന്ത് പറഞ്ഞു, ഈ ഉസ്താദ് എന്ത് പറഞ്ഞു, ഇത് നോക്കിയിട്ട് ആ മറുപടി കേട്ടിട്ട് തൃപ്തിപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആക്ച്വലി നിങ്ങൾക്ക് നൽകപ്പെട്ട വിശേഷ ബുദ്ധി കൊണ്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുകയും നിങ്ങൾ സ്വയം ആ കിതാബ് ഒന്ന് വായിച്ച് നോക്കൂ. അപ്പോഴിത് കൃത്യമായിട്ട് മനസ്സിലാകും. ഞാനിങ്ങനെ വായിച്ചിട്ടല്ലേ നിങ്ങളോട് പറയുന്നത്. വെറുതെ ഞാനിത് വായിച്ച് എനിക്കിപ്പോൾ തബൂക്ക് യുദ്ധം എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. 3 കിതാബുകളിൽ നിന്ന് ഞാൻ വായിച്ചു. സുന്നികളുടെയും മുജാഹിദുകളുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും കിതാബുകൾ ഞാൻ വായിച്ച് എനിക്ക് മനസ്സിലായത് എനിക്ക് നിങ്ങളോട് പങ്കുവെച്ചാൽ പോരെ. ഇന്നതാണ് തബൂക്ക് യുദ്ധം എന്നുള്ളതൊരു വിഷയമാക്കി അവതരിപ്പിച്ചാൽ പോരെ. എന്തുകൊണ്ട് അത് ചെയ്യാത്തത്? ഈ കിതാബ് വായിച്ചു കൊണ്ട് തന്നെ ആ കാര്യം പറയുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ വകയായിട്ട് ഞാൻ ഒന്നും തന്നെ എഴുതി ചേർത്ത് പറയരുത്, അല്ലെങ്കിൽ നിങ്ങളോട് എൻ്റെ വകയായി ഒന്നും പങ്കുവെക്കരുത്. സത്യസന്ധമായിട്ട് ഗ്രന്ഥത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങളുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുക എന്നുള്ളത് കൊണ്ടല്ലേ ഈ ഗ്രന്ഥം വായിച്ചുകൊണ്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിന് മറുപടി പറയാതെ വൈജ്ഞാനികമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ മനുഷ്യനാണ്, എന്തെങ്കിലും ഉണ്ടാകാം, അതുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുക എന്നതിന് പകരം ഏകപക്ഷീയമായിട്ട് നമ്മൾ കയറ്റി വെച്ചത് എങ്ങനെയെങ്കിലൊക്കെ ഇനി ന്യായീകരിച്ച് അതിനെ വെളുപ്പിച്ചെടുക്കാം എന്ന മൈൻഡിൽ ഈ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒന്നും ഉപകാരപ്പെടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ സ്വന്തം ബുദ്ധി കൊണ്ട് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക എന്നാണ് അതിൽ പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് യഹൂദികളുടെ ആ വീട് അഗ്നിക്കിരയാക്കി. റോമക്കാർ അജയ്യ ശക്തിയാണെന്ന് ഭീതിപ്പെടുത്തി മുസ്ലിങ്ങളുടെ മനസ്സുകൾ തകർത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. റോമക്കാരോടുള്ള യുദ്ധം കളിയാണെന്നാണോ മുഹമ്മദിൻ്റെ വിചാരം? അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂല് പരിഹസിച്ചു. അപ്പോൾ അത്രയും വലിയ ശക്തി ആയതുകൊണ്ട് തന്നെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ റോമക്കാരുമായിട്ട് ഏറ്റുമുട്ടുന്നതിനോട് വിയോജിപ്പാനുണ്ടായിരുന്നു. ഈ റസൂല് പറഞ്ഞ ഏറ്റുമുട്ടലിന് തയ്യാറാകാത്ത ആളുകളെയൊക്കെയും തന്നെ മുനാഫിക്കുകൾ അഥവാ കപടവിശ്വാസികൾ എന്നാണ് പറഞ്ഞിരുന്നത്. അല്ലാതെ ഈ കപടവിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന പ്രത്യേകതരം മനുഷ്യന്മാരൊന്നുമല്ല. നബി ഒരു കാര്യം പറയുമ്പോൾ അതിൽ ബോധ്യപ്പെടാത്ത ആളുകൾ, അത് ശരിയാണ്, അത് ബുദ്ധിപരമായ തീരുമാനമാണ് എന്ന് ബോധ്യപ്പെടാത്ത മനുഷ്യരുണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. ആ ആളുകൾ അത് വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ അതിനനുകൂലമായി മറുപടി പറഞ്ഞില്ല എങ്കിൽ അവരെ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞ് മുദ്ര കുത്തുകയാണ്. ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഒരു മതസംഘടനക്കാരൻ അവന് മനസ്സിലായ രൂപത്തിൽ അല്ലെങ്കിൽ അവന് താല്പര്യമുള്ള രൂപത്തിൽ ഒരു കാര്യത്തെ വിശദീകരിക്കുമ്പോൾ അതങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്ന് മറ്റൊരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കുബൂരി, ജിന്നൂരി, മടവൂരി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനെ അവിടെ മുദ്ര കുത്തുകയാണ് ചെയ്യുക. ഇതേപോലെ തന്നെയാണ് അന്നുള്ളത്. നബി ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ സ്വഹാബത്ത് ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ അതങ്ങനെയല്ലല്ലോ, അതിങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ ഉടനെ അവനെ മുദ്ര കുത്തും, ചാപ്പ കുത്തും. എന്ത്? അവൻ മുനാഫിക്കാണ്. ഇന്നിപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ സത്യസന്ധമായിട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കാത്ത പേരുകളുണ്ടോ? ഇത്രയും പേരുകൾ കൊണ്ട് എന്നെ സംബോധന ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാണ് വിളിക്കുന്നത്? മുർത്തദ്, മുശ്രിക്ക്, കാഫിർ, ജിന്നൂരി, മടവൂരി, ചേകന്നൂരി, ഇനി വിളിക്കാനൊന്നുമില്ല, എല്ലാം വിളിച്ചുകൊണ്ടിരിക്കണം. എല്ലാ ബഹുമതികളും ഞാനിങ്ങനെ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരത് വിളിച്ച് കഴിയുമ്പോൾ അവർക്ക് അതുകൊണ്ട് സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കുക. അല്ലാതെ നമ്മൾ ഓരോന്നിനും എന്തിനാ എന്നെ നീ മുർത്തദ് എന്ന് വിളിച്ചത്, ഞാൻ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാ എന്നെ കാഫിറേ എന്ന് വിളിച്ചത്, ഇത് അവരോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തർക്കിച്ച് വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല. അത് ഏതൊരാളുകളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെയാണ്. എതിരെ പറയുന്ന ആളുകളെ മുനാഫിക്കാക്കിയിട്ട് അല്ലെങ്കിൽ കാഫിറാക്കിയിട്ട് മുശ്രിക്കാക്കിയിട്ട് മുദ്ര കുത്തുന്നതാണ് അടിസ്ഥാനത്തിലുള്ളത്. അപ്പോൾ പിന്നെ അത് ഫോളോ ചെയ്യുന്ന 1400 എന്നല്ല, ഈ 10,000 കൊല്ലത്തിന് ശേഷം വരുന്ന ആളുകളും ഈ പറയുന്ന രൂപത്തിൽ മുദ്ര കുത്തുകയല്ലേ ചെയ്യുക. ഒരു ഹക്ക് ഒരാൾ വിളിച്ചു പറയുമ്പോൾ ആ പറയുന്ന കാര്യം വസ്തുനിഷ്ഠമാണോ എന്ന് നിഷ്കളങ്കമായി സത്യസന്ധമായിട്ട് പരിശോധിക്കേണ്ടതിന് പകരം അയാളെ എന്തെങ്കിലും ഒരു ചാപ്പ കുത്തിയിട്ട് മൂലക്കലാക്കാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എത്ര വൃത്തികെട്ട ആദർശമാണ് പേറുന്നത്, നമ്മുടെ മനസ്സെത്ര മലിനമാണ് എന്ന് ഇത് ചെയ്യുന്ന ആളുകൾ സ്വയം ഒരു വിചാരണ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ അവരുടെ ജീവിതം മാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ജീവിതം വരെ നരകതുല്യമാകുന്ന അവസ്ഥയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം എന്തുണ്ടായത്? അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂല് പരിഹസിച്ചു. നബി പലരോടും അനുമതി വാങ്ങുകയുണ്ടായി. റോമൻ സ്ത്രീകളെ കണ്ടാൽ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പോലും അവർ പറയാൻ മടിച്ചില്ല.
അപ്പോൾ ഈ റോമക്കാർക്കെതിരെയുള്ള ആക്രമണത്തിൽ നബി ഓരോ ആളുകളെയും സഹകരിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയണത് റോമൻ സ്ത്രീകളെ കണ്ടാൽ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർ പോണത് എന്തിനാണ്? ഇന്ന് ചില ആളുകൾ തായ്ലാൻഡിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നില്ല. അതേ മൈൻഡാണ് ഈ സംഗതിക്കുള്ളത് എന്നുള്ളത് ക്ലിയർ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റോമൻ സ്ത്രീകളെ കണ്ടാൽ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പ്രവാചകനോട് ഒരു കൂട്ടർ ആൾക്കാർ പറയണമെന്നുണ്ടെങ്കിൽ ഇവർ ഈ പട്ടായയിൽ പോകുന്ന പോലത്തെ മൈൻഡോട് കൂടിയാണ് ഈ പറയുന്ന അക്രമത്തിന് പോകുന്നത്. തായ്ലാൻഡിലും പട്ടായയിലൊക്കെ ഇന്നത്തെ ചില ആളുകൾ പോകുന്ന മൈൻഡോട് കൂടിയാണ് ഈ സംഗതിക്ക് പുറപ്പെട്ടത് എന്നുള്ളതല്ലേ അതിൽ നിന്ന് വ്യക്തമാകുന്നത്. റോമക്കാരിലുള്ള സ്ത്രീകൾ, അപ്പോൾ ആ സ്ത്രീകളെ കണ്ടാൽ ഇവരുടെ കൺട്രോൾ പോകും പോലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇസ്ലാമിക് ഹിസ്റ്ററിയാണ് ഞാൻ വായിക്കുന്നത്, വേറെ വല്ല പുസ്തകമൊന്നുമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായി ഇതിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കും, ഇതിലെ ഓരോ കാര്യവും സ്വാലിഹായ അമലാണ്, ഇബാദത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അൽ ജിഹാദു ഫീ സബീലില്ലാ എന്ന മൈൻഡോടുകൂടി തഖ്വയോടുകൂടി ഒരു ഇബാദത്തായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണോ ഇത്? ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡയലോഗാണ് ഈ കാണുന്നത്. അവരുടെ ഉദ്ദേശം, അല്ലെങ്കിൽ ഈ പറയുന്ന അള്ളാഹുവിൻ്റെ പേരിൽ ഈ ആളുകൾ യുദ്ധങ്ങൾ അക്രമങ്ങളൊക്കെ ചെയ്തത് ഗനീമത്ത് സ്വത്തുക്കൾ പിടിച്ചടക്കുന്ന കൂട്ടത്തിലുള്ള ബന്ദികളായ ആളുകളിൽ നിന്ന് സ്ത്രീകളെ അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കുക, അവരുമായിട്ട് ഇവരുടെ ലൈംഗിക വൈകൃതങ്ങളൊക്കെ നിറവേറുക എന്നുള്ളതല്ലാതെ ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെയുള്ള ദൈവികമായ ആത്മീയമായ എന്ത് കാര്യമാണുള്ളത്? ഈ പറയുന്ന ഓരോ യുദ്ധങ്ങളിലും ആളുകൾ പങ്കെടുക്കുന്നതും പുതിയ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നബിയോടൊപ്പം സഹാബത്തിനോടൊപ്പം ചേർന്നതുമൊക്കെ ഈ ഒരു മൈൻഡോട് കൂടിയാണ്. നേരത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദാനം ചെയ്തത്, സംഭാവന നൽകിയത് പറഞ്ഞില്ലേ? ഇതുപോലെ കുറേ സമ്പാദിക്കാൻ കഴിയും ഈ പറഞ്ഞ മാർഗത്തിൽ നിന്നാൽ. ഇപ്പം ഇന്ന് അത് പറയുകയാണെങ്കിൽ ഇന്ന സംഘടനയിലെ ഇന്ന വിഭാഗത്തിൻ്റെ കൂടെ നിന്നാൽ എനിക്ക് ഭൗതികപരമായിട്ട് ഇന്ന നേട്ടങ്ങളുണ്ടാകും, എനിക്ക് എൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പരിഹരിക്കാൻ സാധിക്കും എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു സംഘടനയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിൽ ഒരു വിശ്വാസിയായിട്ടുള്ള ആൾ ചെന്ന് നിൽക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അന്ന് നടന്നത് എന്താണ്, അത് തന്നെയാണ് ഇന്നും നടക്കുന്നത്. ഇത് ക്ലിയർ ആയിട്ട് ഇപ്പോൾ എനിക്കൊക്കെ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ സത്യവും നീതിയും ധർമ്മവും മൂല്യങ്ങൾക്കൊക്കെ വേണ്ടി ശബ്ദിക്കുകയും നിലപാടെടുക്കുകയും അതിനുവേണ്ടി ഭൗതികപരമായിട്ട് എന്ത് നഷ്ടങ്ങളുണ്ടായാലും ആ നഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ സ്റ്റേണായിട്ട് വ്യക്തിത്വം, ആ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ പല നഷ്ടങ്ങളും നമുക്കിനി ഒരിക്കലും ദുനിയാവിൽ നിന്ന് തിരിച്ചു കിട്ടാത്ത പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടായത്? നിലപാടോടുകൂടി ജീവിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ പ്രയാസവും ആ പ്രതിസന്ധിയൊക്കെ സിമ്പിളായിട്ട് നമ്മൾ പരിഹരിച്ചു തരും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നൽകാൻ നമ്മൾ തയ്യാറാണ്. ഇങ്ങനത്തെ എത്ര ആളുകൾ എന്നെ വ്യക്തിപരമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സത്യവും നീതിയും ധർമ്മവും അല്ലെങ്കിൽ ദൈവികമായ ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉന്നതമായ ചിന്താഗതികളോ അങ്ങനെ ഒന്നുമല്ല ഈ പറഞ്ഞതിലൊക്കെയും അടിസ്ഥാനപരമായി അവർ കൊണ്ടു നടക്കുന്ന ആദർശം എന്ന് പറയുന്നത് അതൊന്നുമല്ല. ഇവരൊക്കെയും നയിക്കുന്നത് ഈ പറയുന്ന ഭൗതിക സുഖലോലുപതകളും സമ്പാദ്യവും അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ള ആക്രാന്തം പിടിച്ച ചിന്താഗതികളും മാത്രമാണ്. അല്ലാതെ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പടച്ചവൻ്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്നൊക്കെ തരത്തിൽ ജീവിക്കുകയും ചിന്തിക്കുകയും ജീവിതത്തെ അത്രയും സൂക്ഷ്മമായ രൂപത്തിൽ തഖ്വയോടുകൂടി ഒക്കെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയ പണിയല്ല ഇത്. അങ്ങനെയുള്ള ഒരു ഇടമല്ലാതായിരിക്കുന്നു മതസംഘടനകൾ. അങ്ങനെയുള്ള ഇടമല്ലായിരുന്നു ഈ പറഞ്ഞ ചരിത്രങ്ങൾ വിവരിക്കുന്ന ഇസ്ലാമിൻ്റെ അവസ്ഥയിൽ അന്നുണ്ടായിരുന്ന അവസ്ഥ. ബാക്കി എന്താ പറഞ്ഞത് നോക്കാം. എങ്കിലും എല്ലാ പ്രതികൂലങ്ങളെയും അവഗണിച്ച് ഭീതിപ്പെടുത്തലുകൾ വഴങ്ങാതെ പ്രയാസങ്ങൾ തരണം ചെയ്ത് ജീവാർപ്പണത്തിന് തയ്യാറായ ഭടന്മാർ ഉൾക്കൊള്ളുന്ന 30,000 പേരടങ്ങിയ സൈന്യം തബൂക്കിനെ ലക്ഷ്യം വെച്ച് നീങ്ങി. റസൂല് അബൂബക്കറിനാണ് പതാക നൽകിയത്. ഈ 30,000 പേരാണ്. മക്ക വിജയത്തിന് ഈ പറയുന്ന 10,000 പേരാണ് ഉണ്ടായിരുന്നത്. 10,000 പിന്നെ ഒരു 2,000 എക്സ്ട്രയും 12,000 പേര്. ഇന്ന് ഈ റോമക്കാരുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നതിനിടയ്ക്ക്, അപ്പം മക്ക വിജയത്തിന് ശേഷം തബൂക്ക് യുദ്ധത്തിൻ്റെ ആ ഘട്ടം എത്തുമ്പോഴത്തേക്ക് 30,000 പേരടങ്ങുന്ന സൈന്യവുമായിട്ട് പുറപ്പെടാൻ പ്രവാചകന് കഴിഞ്ഞു എങ്കിൽ മക്ക വിജയത്തിന് ശേഷം അവിടെ ബാക്കി ഉണ്ടായിരുന്ന ആളുകളൊക്കെയും തന്നെ ഭയപ്പെടുത്തിയും അല്ലാതെയുമൊക്കെ അവരെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തും അല്ലാതെയുമൊക്കെ അവരെ കീഴ്പ്പെടുത്തി അവരെയൊക്കെ മുസ്ലിങ്ങളുടെ പക്ഷത്ത് ചേർത്ത് മുസ്ലിങ്ങളായിട്ട് പ്രഖ്യാപിച്ച് അങ്ങനെ
ഈ റോമക്കാർക്കെതിരെയുള്ള യുദ്ധത്തിൽ അണിനിരക്കുന്ന സംഭവമാണ് നമ്മളിപ്പോൾ വായിച്ചത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഹിജ്റ 9 വരെ, അഥവാ മക്ക വിജയം കഴിഞ്ഞ് ഹിജ്റ 9-ന് തബൂക്ക് യുദ്ധം അവസാനിക്കുന്ന ആ കാലഘട്ടം ആകുമ്പോഴത്തേക്ക് 30,000 പേരുമായിട്ട് യുദ്ധം ചെയ്യാൻ കഴിയുന്ന അത്രയും ആൾബലത്തിലേക്ക് ഇസ്ലാമിൻ്റെ ഒരു അവസ്ഥ എത്തി എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ ഈ പ്രയാസഘട്ടത്തിൽ ഇത്രയും വമ്പിച്ചൊരു സൈന്യം തങ്ങളെ നേരിടാൻ എത്തുമെന്ന് റോമക്കാർ നനച്ചില്ല. ഈ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, കൃഷിക്കൊക്കെ ഭയങ്കര പ്രയാസം അനുഭവപ്പെടുന്ന കർഷകർ, വളരെയധികം പ്രയാസത്തിൽ ജീവിക്കുന്ന, കൃഷിയൊക്കെ നശിച്ചു പോയിരിക്കുന്ന, അത്രയും അമിതമായ ചൂടും ഒക്കെ അനുഭവപ്പെടുന്നൊരു കാലഘട്ടമായിരുന്നു ആ സമയം. ആ സമയത്ത് ഇങ്ങനെ ഇത്രയും വലിയൊരു സൈന്യവുമായിട്ട് പ്രവാചകൻ അക്രമത്തിന് വരുമെന്ന് റോമക്കാർ വിചാരിച്ചിട്ടില്ല, റോമക്കാർ കരുതിയിരുന്നില്ല. റോമക്കാർ ഇങ്ങോട്ട് ആക്രമിക്കുമോ എന്ന ഭയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഊഹത്തിൻ്റെ പുറത്ത് ആക്രമിക്കാൻ പോയതാണെന്ന് ക്ലിയർ അല്ലേ. റോമക്കാർ ഇങ്ങനെ ഇത്രയും വലിയവരായിട്ട് വരുമെന്ന് റോമക്കാർ വിചാരിച്ചിട്ടേ ഇല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, ഈ 30,000 പേരടങ്ങുന്ന സൈന്യവുമായിട്ട് റസൂലും സ്വഹാബത്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് റോമക്കാർ അവിടെ നിന്ന് സ്വയം പിൻവാങ്ങി പോവുകയാണ് ചെയ്തത്. അവിടെ ഒരു യുദ്ധം നടന്നില്ല, അക്രമം നടന്നില്ല. അക്രമമില്ലാതെ തന്നെ തൊബൂക്ക് കീഴടക്കാൻ കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊബൂക്കിൽ താവളമടിച്ചു. തൊബൂക്ക്, ഐല തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിലുള്ളവരുമായി സമാധാന സന്ധിയുണ്ടാക്കി. ഖാലിദ് ബിൻ വലീദിനെ സൈന്യസമേതം ദുമദുൽ ജന്തയിലേക്ക് അയച്ചു. ആ പ്രദേശം മുസ്ലിങ്ങൾ കീഴടക്കി. തബൂക്കിലെ വിജയത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഖാലിദ് ബിൻ വലീദിനെ സൈന്യസമേതം ദുമദുൽ ജന്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇസ്ലാമിക ദാവത്തിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. ഈ ഇസ്ലാമിക ദാവത്തിലേക്ക് പോകുമ്പോൾ ഈ സൈന്യസമേതം പറഞ്ഞയക്കേണ്ട കാര്യം എന്താ ഉള്ളത്? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ വചനം എത്തിക്കുക, അവിടെ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കുക എന്നതാണോ ഉദ്ദേശം? അതിന് ഈ സൈന്യവുമായിട്ട് പോകേണ്ട ആവശ്യം എന്താണുള്ളത്? നിങ്ങൾ ചിന്തിക്കൂ. സൈന്യവുമായി പോയി ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നതല്ലാതെ വായ കൊണ്ട് അള്ളാഹുവാണ് ഇലാഹ്, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ പ്രവാചകനാണ് എന്ന കലിമത്തു ഷഹാദത്തിൻ്റെ വചനം, ആ സന്ദേശം അവരിലേക്ക് എത്തിക്കുക. അവിടെ യാതൊരു ബലാത്കാരവും ഇല്ലാതെ, ലാ ഇക്രാഹ ഫിദ്ദീനാണല്ലോ, യാതൊരു ബലാത്കാരവും ഇല്ലാതെ ആ സന്ദേശം അവരിലേക്ക് എത്തിക്കുകയും അവരത് സ്വീകരിക്കുന്നവർക്ക്, ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുകയും ഇഷ്ടമില്ലാത്തവർ സ്വീകരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അത്രയേ ഈ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഈ സൈന്യസമേതം പോകേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. ഈ സൈന്യവുമായിട്ട് ഈ പറയുന്ന ഖാലിദ് ബിൻ വലീദിനെ പറഞ്ഞയക്കുകയാണ്. ഇത് അക്രമത്തിൻ്റെ മാർഗത്തിലൂടെ ഇസ്ലാം വ്യാപിപ്പിക്കുക എന്ന ചിന്തയല്ലേ ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി ഹിജ്റ 9-ാം വർഷം റമളാൻ ആദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും തൊബൂക്കിൽ നിന്ന് വിജയശ്രീലാളിതരായി മദീനയിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഹിജ്റ 9 റമളാൻ മാസത്തിലാണ് അവർ തൊബൂക്ക് ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ച് അവർ മദീനയിലേക്ക് തിരിച്ചെത്തുന്നത്. ഈ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഇബ്രാഹിം മരിച്ചു. തബൂക്ക് യുദ്ധത്തിൽ വിജയശ്രീലാളിതനായി വന്ന പ്രവാചകൻ ആ സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പ്രവാചകന് മാരിയത്തുൽ കിബ്തിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയിലുണ്ടായ ആൺകുട്ടി ആയിട്ടുള്ള ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ മരണപ്പെടുന്നത്. തിരുമേനി കഠിനമായിട്ട് ദുഃഖിച്ചു. തബൂക്കായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്ത അവസാനത്തെ യുദ്ധം. എന്നാൽ അദ്ദേഹം നിരവധി സൈനിക സംഘങ്ങളെ പല പ്രദേശങ്ങളിലുമായിട്ട് അയച്ചിട്ടുണ്ട്. നബി പങ്കെടുത്ത യുദ്ധത്തിന് ഖസ്വത്ത് എന്നും നബി അയച്ച സൈനിക സംഘത്തിന് സരിയത്ത് എന്നുമുള്ള പേരാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ സാധാരണഗതിയിൽ പ്രയോഗിക്കാറുള്ളത്. ഹുനൈൻ യുദ്ധവും അതുപോലെ തന്നെ ത്വായിഫ് യുദ്ധവും തൊബൂക്ക് യുദ്ധത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് നേതൃത്വം കൊടുത്ത യുദ്ധങ്ങൾ അവസാനിച്ചു. പ്രവാചകന് പിന്നീട് അതിനുശേഷം നേതൃത്വം കൊടുത്തുകൊണ്ട് യുദ്ധങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഖൈബറിൽ നിന്ന് കിട്ടിയ വിഷം കാരണം പ്രവാചകൻ പിന്നീട് രോഗബാധിതനായി അങ്ങനെ പിന്നെ വഫാത്താകുന്നതുമൊക്കെയാണ് പിന്നീട് ചരിത്രങ്ങളിലുള്ളത്. അതിനുശേഷം പ്രവാചകൻ ഈ പറയുന്ന തൊബൂക്ക് യുദ്ധത്തിന് ശേഷവും പ്രവാചകൻ്റെ നിർദ്ദേശപ്രകാരം അപ്പോഴത്തേക്ക് പ്രവാചകൻ നേരിട്ട് തന്നെ പോയി യുദ്ധം ചെയ്യേണ്ട അവസ്ഥയൊന്നുമില്ല. അത്രയധികം ആൾബലവും സജ്ജീകരണങ്ങളും ഒക്കെയായി പ്രവിശ്യകളൊക്കെ ഒരുപാട് കീഴ്പ്പെടുത്തി ജസീറത്തുൽ അറബ് ഒരു വലിയൊരു രാഷ്ട്രമായി രൂപീകൃതമായി. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അവരുടെ പക്ഷത്ത് വന്നു. അപ്പോൾ പിന്നെ റസൂൽ തന്നെ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റസൂൽ പറഞ്ഞയക്കുന്ന ആളുകൾ പോയി ആക്രമിച്ചപ്പോൾ ഇവിടെ ഖാലിദ് ബിൻ വലീദിനെ പറഞ്ഞയച്ചതുപോലെ ഓരോ സംഘങ്ങളെ പറഞ്ഞയച്ചിട്ട് ഇനി കീഴ്പ്പെടുത്താനുള്ള സംഘങ്ങളെ കൂടി കീഴ്പ്പെടുത്തുന്ന അവസ്ഥയാണ് പിന്നീട് കണ്ടത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം പിന്നെ ഈ സ്വഹാബത്ത് ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന രൂപത്തിൽ പിന്നീട് അങ്ങോട്ട് അക്രമങ്ങൾ യാതൊരു പരിമിതിയുമില്ലാതെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതൊക്കെ ഭീകരമായ രൂപത്തിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം നേതൃത്വം കൊടുത്ത യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട നിരപരാധികളായിട്ടുള്ള മനുഷ്യരുടെ എണ്ണത്തിൻ്റെ 1000 ഇരട്ടി മനുഷ്യരാണ് പിന്നീടുള്ള സ്വഹാബത്ത് പരസ്പരം
യുദ്ധം ചെയ്തിട്ട് കൊല്ലപ്പെട്ട മനുഷ്യർ, അവർ അധികവും തന്നെ 10,000-കണക്കിന് വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് പരസ്പരമുള്ള ചേരിതിരിഞ്ഞുള്ള യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹുമാനത്തോടു കൂടി കാണുന്ന സ്വഹാബത്തിൻ്റെ തനി നിറം വ്യക്തമാക്കുന്ന, നമുക്കൊരിക്കലും ഇത് സ്വഹാബത്ത് ഇത്രയും വൃത്തികെട്ട രൂപത്തിൽ അക്രമികളായി അധർമ്മം പ്രവർത്തിക്കുന്ന നിരപരാധികളായ ആളുകളെ കൊന്നെടുക്കുന്ന വാശിയും വൈരാഗ്യവും അഹങ്കാരവും ഒക്കെ കൊണ്ടു നടക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിൻ്റെ ഉടമസ്ഥരായിട്ട് ഈ സ്വർഗം ഉറപ്പ് നൽകപ്പെട്ട സ്വഹാബത്ത് എത്തിയതുമൊക്കെ ഒരു കാരണവശാലും നമുക്ക് ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുണ്ടായ ചരിത്രങ്ങൾ. നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ അവിശ്വാസികളെ, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ നിഷ്കളങ്കമായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഇതിൽ കൂടുതലായിട്ടൊന്നും നമുക്ക് വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. മലയാളത്തിലുള്ള ഗ്രന്ഥം മലയാളത്തിൽ നിങ്ങളോട് സംസാരിച്ച് വിശദീകരിച്ച് തരുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മൾ എവിടെയെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്നിട്ട് പറയാമെന്ന് പറയില്ലേ, അങ്ങനെ കയ്യിൽ നിന്നിട്ട് പറയുന്ന എന്തെങ്കിലും സംഗതികളുണ്ടോ? പ്രാക്ടിക്കലായിട്ട് ഈ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന വസ്തുതകൾ എന്താണോ ആ വസ്തുതകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന ഹിജറ 2 ബദർ യുദ്ധം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഹിജറ 2 ബദർ യുദ്ധം, ഹിജറ 3 ഉഹുദ് യുദ്ധം, ഹിജറ 5 ഖന്തക്ക് യുദ്ധം, ഹിജറ 6 ഹുദൈബിയ സന്ധി, ഹിജറ 7 ഖൈബർ യുദ്ധം, ഹിജറ 8 മക്ക വിജയം, മക്ക വിജയത്തിന് ശേഷം തൊട്ടടുത്തന്നെ ഹുനൈൻ ത്വായിഫ് യുദ്ധങ്ങൾ, ഇപ്പോൾ ഹിജറ 9 തബൂക്ക് യുദ്ധം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഹിജറ 10 കഴിഞ്ഞ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. റസൂലും സഹാബത്തും മക്കത്തുനിന്ന് മദീനയിലെത്തി ഈ പറയുന്ന 10 വർഷവും അതിൽ 9 വർഷവും ഈ പറയുന്ന യുദ്ധങ്ങൾ ചെയ്തിട്ട് ഗനീമത്ത് സ്വത്തുണ്ടാക്കി അവരവരുടെ രാഷ്ട്രം വിപുലീകരിച്ച് ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിച്ച് അങ്ങനെ അവർ സുഖലോലുപതയിൽ ജീവിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് കച്ചവടം പണ്ടൊക്കെ ചെയ്തതുപോലെ ഷാമിലേക്കൊക്കെ കച്ചവട സംഘങ്ങളായിട്ട് പോയി അങ്ങനെ ബിസിനസ് ചെയ്ത് അങ്ങനെ സമ്പാദിച്ച് ഡെവലപ്പായതാണോ ഈ ഇസ്ലാം? ഇത് കെട്ടിപ്പടുത്തിട്ടുള്ളത് ഈ പറയുന്ന അവസ്ഥയിലൂടെയാണ് പ്രിയപ്പെട്ടവരെ. യുദ്ധങ്ങളില്ലാതെ ശാന്തിയും സമാധാനത്തോടും കൂടി അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കി അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നതാണെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു ദൈവികത നമുക്ക് പരിധി കണ്ടെത്താമായിരുന്നു. ഇത് മുഴുവനും അക്രമവും അനീതിയും അധർമ്മത്തിലും അധിഷ്ഠിതമായിട്ട് ഇത്തരം നിരപരാധികളായ ഒരുപാടുടെ രക്തം ചിന്തിയിട്ട് കെട്ടിപ്പടുത്ത്, അതുകൊണ്ടല്ലേ ഇന്നും ഇതിനൊരു ഐക്യമില്ലാതെ ചിന്നിച്ചിതറിയൊരവസ്ഥയിൽ ഓരോ മതസംഘടനകളും പിളരുന്നതിൻ്റെ എണ്ണം എടുക്കാൻ കഴിയുന്നില്ല. അത്രയുമായിട്ട് പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പിളരാനൊന്നുമില്ല. ഈ പിളർച്ചയെക്കുറിച്ച് പറയുമ്പോഴോ റസൂല് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരെടുക്കുന്നൊരു അടവാണ്. അത് റസൂല് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. 73 വിഭാഗം, ഇത് 73 73,000 നമുക്ക് എണ്ണാൻ കഴിയാത്ത അത്രയും വിഭാഗങ്ങളായി പിരിഞ്ഞിരിക്കുകയാണ് ഈ ഇസ്ലാം. ഇന്നെത്തിയത് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നു. നമ്മൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നു. ഓരോ സംഘടനകൾ ഗ്രൂപ്പുകൾ 8 പൊട്ടി ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അന്നത്തെ കാലഘട്ടത്തിലുള്ള അവസ്ഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റസൂലിൻ്റെ വഫാത്തോടുകൂടി മുസ്ലിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്തിട്ട് 10,000-കണക്കിന് സ്വഹാബത്ത് മരണപ്പെടുകയാണ്. സ്വഹാബത്താണ് മരണപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. റസൂലുള്ളയെ നേരിട്ട് കാണുകയും അവിടുത്തെ മുഖത്ത് നിന്ന് ഇസ്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠിച്ച് റസൂലിനോടൊപ്പം ജീവിച്ച് റസൂൽ ഉത്തമ തലമുറ എന്ന് പറഞ്ഞ് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് പഠിപ്പിച്ച് മാതൃക യോഗ്യരാക്കി അവതരിപ്പിച്ച സ്വഹാബാക്കൾ റസൂലിൻ്റെ വഫാത്തിന് ശേഷം ഈ തരത്തിലാണ് പ്രവർത്തിച്ചത്. റസൂലിൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവിയെ എന്താണ് ഇവർ ചെയ്തത്? റസൂലിൻ്റെ അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന റസൂലിൻ്റെ സ്വന്തം കുടുംബത്തെ ഈ പറയുന്ന സ്വഹാബത്ത് പിന്നീട് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അബൂ സുഫിയാൻ്റെ തലമുറയിൽ വന്ന ആ ഒരു തലമുറ ഈ പറയുന്ന റസൂലിനെയും റസൂലിൻ്റെ കുടുംബത്തെയൊക്കെ പിന്നീട് പകരം വീട്ടി ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയല്ലേ? അതല്ലേ നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത്. ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്നറിയോ? ഈ അക്രമികളായിട്ടുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ വക്താക്കളായി മാറുകയാണ് ചെയ്യുന്നത്. ഇസ്ലാം അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. സംരക്ഷിക്കപ്പെടാതെ ദൈവികമായ അവസാനത്തെ അന്തിമ വേദഗ്രന്ഥമായി അവതരിച്ച അവസാനത്തെ അന്തിമ പ്രവാചകനിലൂടെ അവതരിച്ച ആ ഒരു ഇസ്ലാം എന്ന് പറയുന്ന ആദർശം അല്ലെങ്കിൽ ആ ഒരു ജീവിത വ്യവസ്ഥ അവിടെ അവസാനിക്കുകയും റസൂലിൻ്റെ വഫാത്തോടുകൂടി അവസാനിച്ചിട്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട്
റസൂലിൻ്റെ ശത്രുക്കളുടെ പക്ഷത്ത് നിന്ന് ചിന്തിച്ച ആ തരത്തിൽ റസൂലിനെയും കുടുംബത്തെയൊക്കെ ഇല്ലായ്മ ചെയ്ത ആളുകളാണ് പിന്നെ ഇസ്ലാമിൻ്റെ വക്താക്കളായിട്ട് നമ്മൾക്ക് ചരിത്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എന്നിട്ട് ഇന്ന് ലോകാവസാനം വരെയുള്ള മനുഷ്യർ സ്വഹാബത്ത് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് മനസ്സിലാക്കുന്നത് ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകളെയാണ്. ഇത്തരം അട്ടിമറികളാൽ സമ്പന്നമാണ് ഇസ്ലാമിക് ഹിസ്റ്ററി. ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാകുമോ? ദൈവം അവസാനമായിട്ട് അവതരിപ്പിച്ച ഈ ഒരു സംഗതി നമ്മൾ സാധാരണ പറയാറുണ്ട്, തൗറാത്ത് ദൈവം സംരക്ഷിച്ചില്ല, അതിൽ കൈകടത്തലുകളുണ്ടായി, ഇഞ്ചിയിലും കൈകടത്തലുകളുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു വേദഗ്രന്ഥവും ഇന്ന് കൈകടത്തലുകളില്ലാതെ നിലനിൽക്കുന്നില്ല. എല്ലാം അവരവർക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് അവർ പിരിഞ്ഞുപോയി. എന്നാൽ ഖുർആൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇസ്ലാമുമാണ് കൈകടത്തലുകളില്ലാതെ ദൈവം സംരക്ഷിച്ച ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ദീൻ എന്ന് പറയുന്നത്. അതിൻ്റെ അവസ്ഥയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിലൊന്നും ഒരു ദൈവികതയുമില്ല, ഒരു ആത്മീയതയുമില്ല. ദൈവം തമ്പുരാൻ ഇതൊന്നും സ്വീകരിച്ചിട്ടുമില്ല, ദൈവം ഇതൊന്നും സംരക്ഷിച്ചിട്ടുമില്ല, ദൈവത്തിൻ്റെ ഓർഡറിൽ നടന്ന യുദ്ധങ്ങളുമല്ല, ഇതൊന്നും തന്നെ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഈ യുദ്ധങ്ങളുടെ ചരിത്രം മാത്രം പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. പ്രിയപ്പെട്ട വിശ്വാസികളെ, അവിശ്വാസികളെ, നിങ്ങളുടെ ചിന്തകളിലേക്ക് ഇത് സമർപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ നിഷ്കളങ്കമായി സത്യസന്ധമായി നീതിയുടെ പക്ഷത്ത്, സത്യത്തിൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുകയും തിരിച്ചറിവോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക. നമ്മളെല്ലാവരും മനുഷ്യരാണ്, ജാതി മതവും രാഷ്ട്രീയമൊന്നുമല്ല, മനുഷ്യരാണ്. മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുക. ദൈവത്തിനോ മതത്തിനോ വേണ്ടി അല്ല നമ്മൾ നിലകൊള്ളേണ്ടത്, മനുഷ്യന് വേണ്ടി നിലകൊള്ളുക, മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുക, മനുഷ്യരോടൊപ്പം മനുഷ്യനായി നിലകൊള്ളുക. അവർക്ക് താങ്ങും തണലുമായിട്ട് സന്തോഷത്തോടെ നമുക്കുള്ള സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടെയും ജീവിക്കുന്നത് കാണാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവുക. എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.